ഹലോ ഫ്രണ്ട്സ്, MPS 003 ഇന്ത്യ ഡെമോക്രസി ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന സബ്ജക്റ്റിലെ ഗാന്ധീസ് കോൺട്രിബ്യൂഷൻ എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മഹാത്മാഗാന്ധിയുടെ എക്കണോമിക് കോൺട്രിബ്യൂഷനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഗാന്ധി ഇന്ത്യയുടെ എക്കണോമിയെ നാഷണൽ മൂവ്മെൻറ്റ് ടൈമിൽ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തു. സോ ലെറ്റ്സ് ബിഗിൻ. ഗാന്ധി ഇന്ത്യയിൽ വന്നപ്പോൾ ആദ്യത്തെ കാര്യങ്ങളെല്ലാം സോഷ്യോ എക്കണോമിക് ഫീൽഡിലായിരുന്നു. At the earliest time, Gandhian activities is in the socio-economic field. ചമ്പാരൻ, ഖേദ, അഹമ്മദാബാദ് ഈ 3 സ്ഥലത്തും ഗാന്ധിജിയുടെ വർക്ക് കാണാൻ നമുക്ക് സാധിക്കും. ബീഹാറിലൊരു സ്ഥലമായിരുന്നു ചമ്പാരൻ. അവിടെ നീലം കർഷകർ ഇൻഡിഗോ പ്ലാന്റേഴ്സിനെ ബ്രിട്ടീഷ് വളരെയധികം എക്സ്പ്ലോയിറ്റ് ചെയ്തിരുന്നു. ഗാന്ധിജി അവിടെ പോയി പെസൻസിനെ സേവ് ചെയ്തു. അതേപോലെ വേറൊരു സ്ഥലമാണ് ഖേദ. അതാണ് ഇപ്പോഴത്തെ പേര്. പണ്ടത്തെ പേര് ഖൈറ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അത് ഗുജറാത്തിലെ ഒരു സ്ഥലമാണ്. ഗവൺമെൻറ് വലിയ ലാൻഡ് റവന്യൂ അവിടുത്തെ ജനങ്ങളിൽ നിന്ന് ഡിമാൻഡ് ചെയ്തു. ഈവൻ ക്രോപ്പ് ഫെയിൽ ആയാൽ പോലും അവർ ആ ലാൻഡ് റവന്യൂ കൊടുക്കേണ്ടി വന്നു. ഗാന്ധി അവിടുത്തെ പെസൻസിനെ സപ്പോർട്ട് ചെയ്ത് സത്യാഗ്രഹം നടത്തി. അടുത്തത് അഹമ്മദാബാദ് സാരാഭായ് ടെക്സ്റ്റൈൽ മിൽസ്. അവിടുത്തെ വർക്കേഴ്സും ഇന്ത്യൻ ഓണറും ഡിസ്പ്യൂട്ടിൽ വന്നു. ഗാന്ധിജി അതിലൊരു മീഡിയേഷൻ നടത്തി ഒരു മോറൽ പ്രഷർ യൂസ് ചെയ്ത ഇഷ്യൂസ് പീസ്ഫുള്ളി സോൾവ് ചെയ്തു. അതായത് സാരാഭായ് ടെക്സ്റ്റൈൽ മില്ലിൻ്റെ ഓണറും വർക്കേഴ്സും തമ്മിൽ ഡിസ്പ്യൂട്ട് വന്നപ്പോൾ ഗാന്ധിജിയാണ് മീഡിയേഷൻ നടത്തി ആ ഡിസ്പ്യൂട്ട് സോൾവ് ചെയ്തത്. ഖേദയിലെയും ചമ്പാരനിലെയും സത്യാഗ്രഹങ്ങൾ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരുന്നു? അഗ്രേറിയൻ എക്കോണമീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരുന്നു. അതായത് 95% പോപ്പുലേഷനും അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തതുകൊണ്ട് ആദ്യത്തെ 2 സ്ട്രഗിൾസ് ഏർലി ടൈമിലായതുകൊണ്ടും അത് അഗ്രേറിയൻ എക്കോണമീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരുന്നു ആ സ്ട്രഗിൾ നടന്നിരുന്നത്. 3ാമത്തെ ഇൻസിഡൻറ്റ് ഇൻഡസ്ട്രിയൽ റവല്യൂഷനും ഇന്ത്യൻ ഓൺഡ് ഫാക്ടറിയിൽ തമ്മിലുള്ളൊരു സ്ട്രഗിളായിരുന്നു. ഇത് കാണിക്കുന്നത് ഗാന്ധിജി ബ്രിട്ടീഷിനെ ഒപ്പോസ് ചെയ്തു. അതായത് ഗാന്ധിജി ആൻറ്റി ഇമ്പീരിയലിസ്റ്റ് ആയിരുന്നു. The 3 episodes in the early life of Gandhi suggest that whereas Gandhi took a clear anti-imperialist position, he was in favor of solving class conflict within the Indian society. ഗാന്ധിജി പറഞ്ഞു, ഇന്ത്യൻ സമൂഹത്തിൽ റിച്ച് വേഴ്സസ് പുവർ ഫൈറ്റ് വേണമെന്നില്ല. അഹമ്മദാബാദ് എക്സ്പീരിയൻസിൽ നിന്ന് ഗാന്ധിജി തിയറി ഓഫ് ട്രസ്റ്റിഷിപ്പ് എന്നൊരു കോൺസെപ്റ്റ് ഇവോൾവ് ചെയ്യിപ്പിച്ചു. ദിസ് മീൻസ് ദാറ്റ് റിച്ച് ഓണേഴ്സ് ട്രസ്റ്റീസ് പോലെ ബിഹേവ് ചെയ്യണം. വെൽത്ത് നാഷണൽ വെൽത്താണ്. അത് വർക്കിംഗ് ക്ലാസ്സിനും കൂടെ ബെനഫിറ്റ് ചെയ്യണം. 1920 രൂപീകരിച്ച ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്സിൽ അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ വർക്കേഴ്സ് യൂണിയൻ ജോയിൻ ചെയ്യാതെ മാറി നിന്നു. ഈവൻ കോൺഗ്രസ് ലീഡേഴ്സും 1922 ഗായ കോൺഫറൻസ് വരെ ജോയിൻ ചെയ്തില്ല. 1922 ഗായ കോൺഫറൻസ് ഉണ്ടായിരുന്നു. അതിൽ കോൺഗ്രസ് ലീഡേഴ്സൊന്നും ജോയിൻ ചെയ്തില്ല. കോൺഗ്രസ് പെസൻസിനെ സപ്പോർട്ട് ചെയ്തു. സത്യാഗ്രഹമൊക്കെ നടക്കുമ്പോൾ കോൺഗ്രസ് കർഷകരെയൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ലാൻഡ് റിഫോം പോളിസിയൊക്കെ വരുന്നത് ഫ്രീഡം സ്ട്രഗിളിൻ്റെ അവസാനത്തിലായിരുന്നു. ലാൻഡ് റിഫോം എന്തൊക്കെ പെടും? സമീന്ദാരി അബോളിഷ്മെൻ്റ് ഉണ്ട്, ഇൻ്റർമീഡിയറി റൈറ്റ്സ് റിമൂവ് ചെയ്തു, അതേപോലെ ലാൻഡ് ടില്ലറിന് ഓണർഷിപ്പ് കൊടുക്കുക. ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്തെന്നാൽ 1893 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറഞ്ഞത് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് വേണം എന്നായിരുന്നു, ആസ് ഇൻ ബംഗാൾ. അതായത് ലാൻഡ് ലോഡിന് പ്രൊട്ടക്ഷൻ വേണം എന്നായിരുന്നു. സോ ഏർലിയർ കോൺഗ്രസ് ലാൻഡ് ലോഡിൻ്റെ സൈഡിലായിരുന്നു, ഫാമേഴ്സിനെ ആയിരുന്നില്ല സപ്പോർട്ട് ചെയ്തിരുന്നത്. ലേറ്റർ ഗാന്ധിജിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് മാത്രമാണ് ഈ ഒരു ലാൻഡ് ലോഡിനെ സപ്പോർട്ട് ചെയ്തിരുന്നത് മാറ്റി ഫാമേഴ്സിനെ സപ്പോർട്ട് ചെയ്തു വന്നത്. സോ ഗാന്ധിയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ പെസൻസിനെ സേവ് ചെയ്തു, ചമ്പാരൻ ഖേദ, ലേബർ ഡിസ്പ്യൂട്ട് റിസോൾവ് ചെയ്തു, അഹമ്മദാബാദ് ഇൻസിഡൻറ്റ് ആൻറ്റി ഇമ്പീരിയലിസ്റ്റ് സ്റ്റാൻഡായിരുന്നു, ക്ലാസ് കോൺഫ്ലിക്റ്റ് ഒപ്പോസ് ചെയ്തു, ട്രസ്റ്റിഷിപ്പ് തിയറി എസ്റ്റാബ്ലിഷ് ചെയ്തു. ലേറ്റർ ഇൻഫ്ലുവൻസ് കാരണം ലാൻഡ് റിഫോം ഐഡിയാസ് കോൺഗ്രസിൽ വരെ റീച്ചായി. നെക്സ്റ്റ് ഈസ് ഗാന്ധിജീസ് സബ്സ്റ്റൻസ് ഓഫ് സ്വരാജ്. ഓൺ ഡിസംബർ 1929 ലാഹോർ റെസൊല്യൂഷനിൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ്, ദാറ്റ് ഈസ് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ഡിമാൻഡ് ചെയ്തു. ഓൺ 26 ജാനുവരി 1930 congressmen all over the country took the pledge of complete independence, that is Purna Swaraj. And on 30th January 1930
In Young India, Gandhi laid down his perception of substances of independence as follows. Imagine Gandhi asking British, if you say we are free, then do these things for our people. These are the 11 things he asked. First one is total prohibition. ആൽക്കഹോൾ ബാൻ ചെയ്യുക. ലിക്വർ ഫാമിലീനെ ഡിസ്ട്രോയ് ചെയ്യും. സോ ആൽക്കഹോൾ ബാൻ ചെയ്യുക. നെക്സ്റ്റ് റുപ്പി പൗണ്ട് വാല്യൂ റിഡ്യൂസ് ചെയ്യുക. റിഡക്ഷൻ ഓഫ് പൗണ്ട് റുപ്പി എക്സ്ചേഞ്ച് റേഷ്യോ ഫ്രം 1 shilling 6 pence to 1 shilling 4 pence. ദിസ് മീൻസ് ബ്രിട്ടീഷിനെ ഫിനാൻഷ്യൽ അഡ്വാൻറ്റേജ് കുറയ്ക്കുക. ബ്രിട്ടീഷ് ഇന്ത്യക്കാരെ ഫിനാൻഷ്യലി അഡ്വാൻറ്റേജ് എടുക്കുന്നുണ്ട്, അത് റെഡ്യൂസ് ചെയ്യുക. നെക്സ്റ്റ് ലാൻഡ് ടാക്സ് റെഡ്യൂസ് ബൈ 50%. റിഡക്ഷൻ ഓഫ് land revenue by at least 50% and making it subject to legislative control. This is to get relief for farmers. നെക്സ്റ്റ് ഈസ് അബോളിഷൻ ഓഫ് സോൾട്ട് ടാക്സ്. ഉപ്പ് എല്ലാവർക്കും ബേസിക് ആയിട്ടുള്ളൊരു വസ്തുവാണ്. എല്ലാവർക്കും ബേസിക്കായിട്ട് ആവശ്യമുള്ളൊരു സാധനമാണ് ഈ സോൾട്ട് എന്ന് പറയുന്നത്. അതിന് ടാക്സ് അടയ്ക്കണം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ സോൾട്ട് ടാക്സ് അബോളിഷ് ചെയ്യണം, സോൾട്ട് ഫ്രീ ആക്കണം. നെക്സ്റ്റ് ആർമി എക്സ്പെൻസസ് 50% റെഡ്യൂസ് ചെയ്യണം. റിഡക്ഷൻ ഓഫ് മിലിറ്ററി എക്സ്പെൻഡിച്ചർ ബൈ അറ്റ്ലീസ്റ്റ് 50% ടു ബിഗിൻ വിത്ത്. നെക്സ്റ്റ് ടോപ്പ് ഓഫീസേഴ്സ് സാലറി ഹാഫ് റെഡ്യൂസ്. റിഡക്ഷൻ ഓഫ് സാലറീസ് ഓഫ് ദ ഹയസ്റ്റ് ഗ്രേഡ് സർവീസസ് ബൈ ഹാഫ് ഓർ ലെസ് സോ ആസ് ടു സ്യൂട്ട് ദ റെഡ്യൂസ്ഡ് റവന്യൂ. ബ്രിട്ടീഷ് ഓഫീസേഴ്സിന് കൂടുതൽ സാലറി കൊടുക്കരുത്, അത് കട്ട് ചെയ്ത് പൈസ സേവ് ആക്കണം എന്നാണ് ഗാന്ധിജി പറയണത്. നെക്സ്റ്റ് ഈസ് പ്രൊട്ടക്റ്റീവ് ടാക്സ് ഓൺ ഫോറിൻ ക്ലോത്ത്. ഫോറിൻ ക്ലോത്തിന് എക്സ്ട്രാ ടാക്സ് വെക്കുക. അതായത് ബ്രിട്ടീഷുകാർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ക്ലോത്ത്സിനൊക്കെ ഹൈ ടാക്സ് വെക്കുക. അതുകൊണ്ട് ഇന്ത്യൻ ഹാൻഡ്ലൂമും ഖാദിയും സർവൈവ് ചെയ്യും. നെക്സ്റ്റ് ഈസ് കോസ്റ്റൽ താരിഫ് റിസർവേഷൻ ബിൽ. പാസേജ് ഓഫ് ദ കോസ്റ്റൽ താരിഫ് റിസർവേഷൻ ബിൽ. ഇന്ത്യൻ ഷിപ്പിനെ കോസ്റ്റൽ ട്രേഡിൽ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. ഇന്ത്യൻ ഷിപ്പിംഗ് ബിസിനസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയാണിത്. ആൻഡ് നെക്സ്റ്റ് ഈസ് ഫ്രീ പൊളിറ്റിക്കൽ പ്രിസണേഴ്സ്. ജയിലിലുള്ള ഫ്രീഡം ഫൈറ്റേഴ്സിനെ റിലീസ് ചെയ്യുക എക്സെപ്റ്റ് മർഡർ കേസ്. ഡിസ്ചാർജ് ഓഫ് ഓൾ പൊളിറ്റിക്കൽ പ്രിസണേഴ്സ് സേവ് ദോസ് കണ്ടംൻഡ് ഫോർ മർഡർ ഓർ അറ്റംപ്റ്റ് ടു മർഡർ ഓർ ട്രയൽ ബൈ ഓർഡിനറി ജുഡീഷ്യൽ ട്രൈബ്യൂണൽസ് ആൻഡ് വിത്ഡ്രോവൽ ഓഫ് ഓൾ പൊളിറ്റിക്കൽ പ്രോസിക്യൂഷൻസ്. നെക്സ്റ്റ് ഈസ് അബോളിഷ് CID ഓർ പബ്ലിക് കൺട്രോൾ. CID മീൻസ് ബ്രിട്ടീഷ് സീക്രട്ട് പോലീസ്. ഇവർ പൊളിറ്റിക്കൽ സ്പൈയിങ് സ്റ്റോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ പീപ്പിൾ കൺട്രോളിൽ കൊണ്ടുവരിക. ഈ CIDകളെ പീപ്പിളുടെ കൺട്രോളിൽ കൊണ്ടുവരിക. ദറ്റ് ഈസ് അബോളിഷൻ ഓഫ് ദ CID ഓർ ഇറ്റ്സ് പോപ്പുലർ കൺട്രോൾ. നെക്സ്റ്റ് ഈസ് ഗിവ് ഫയർ ആം ലൈസൻസ് ഫോർ സെൽഫ് ഡിഫെൻസ്. നിങ്ങൾക്ക് സെൽഫ് ഡിഫെൻസിന് വേണ്ടി ഗൺ ലൈസൻസ് കിട്ടണം, പക്ഷേ പബ്ലിക് അത് കൺട്രോൾ ചെയ്യണം. ഇഷ്യൂ ഓഫ് ലൈസൻസ് ടു യൂസ് ഫയർ ആംസ് ഫോർ സെൽഫ് ഡിഫെൻസ് subject to popular control. These all are the 11 demands made by Gandhi. The demand, it can be seen, watered down the concept of complete independence and besieged by the Lahore Resolution of the Congress. On the other hand, all of them except the first had an anti-imperialist edge. Further, except for the 9th and 10th demand, all of them had an economic bearing. In very short summary, true Swaraj means alcohol ban, tax reduction, army spending cut, reduce British power, protect Indian industry, free political prisoners. ഇത് പഠിക്കാനൊരു മെമ്മറി ട്രിക്ക് പറഞ്ഞുതരാം. 2 കട്ട്, 3 റെഡ്യൂസ്, 2 പ്രൊട്ടക്റ്റ്, 2 ഫ്രീഡം, 1 ബാൻ. ഒരു ബാൻ എന്ന് പറയുന്നത് ആൽക്കഹോൾ ബാൻ. 3 റെഡ്യൂസ് എന്ന് പറയുന്നത് റുപ്പി വാല്യൂ റെഡ്യൂസ് ചെയ്യുക, ലാൻഡ് ടാക്സ് റെഡ്യൂസ് ചെയ്യുക, മിലിറ്ററി എക്സ്പെൻസ് റെഡ്യൂസ് ചെയ്യുക. 2 കട്ട്, അതായത് ബിഗ് സാലറി കട്ട്, സോൾട്ട് ടാക്സ് കട്ട്. 2 പ്രൊട്ടക്റ്റ്, ഇന്ത്യൻ ക്ലോത്ത് പ്രൊട്ടക്റ്റഡ്, കോസ്റ്റൽ ഷിപ്പ് പ്രൊട്ടക്റ്റഡ്. 2 ഫ്രീഡം, പ്രിസണേഴ്സ് ഫ്രീ, CID കൺട്രോൾ. പിന്നെ +1 ഫയർ ആം ലൈസൻസ്. 2 കട്ട്, 3 റെഡ്യൂസ്, 2 പ്രൊട്ടക്റ്റ്, 2 ഫ്രീഡം, 1 ബാൻ. +1 ഒരു ബാൻ, ആൽക്കഹോൾ ബാൻ. 3 റെഡ്യൂസ്, റുപ്പി വാല്യൂ, ലാൻഡ് ടാക്സ്, മിലിറ്ററി എക്സ്പെൻസ്. 2 കട്ട്, ബിഗ് സാലറി കട്ട്, സോൾട്ട് ടാക്സ് കട്ട്. 2 പ്രൊട്ടക്റ്റ്, ഇന്ത്യൻ ക്ലോത്ത് പ്രൊട്ടക്റ്റഡ്, കോസ്റ്റൽ ഷിപ്പ് പ്രൊട്ടക്റ്റഡ്. 2 ഫ്രീഡം, പ്രിസണേഴ്സ് ഫ്രീ, CID കൺട്രോൾ. +1 ഫയർ ആം ലൈസൻസ്. ദീസ് ഓൾ അബൌട്ട് ഗാന്ധിജി.